ഹലോ, അപ്പോൾ നമുക്ക് റമദാൻ സീരീസ് തുടങ്ങിയാലോ? ഞാൻ ഇടുന്ന റെസിപ്പീസ് പലതും ഡയറ്റ് ചെയ്യുന്നവർക്കുള്ളതാണ്. അല്ലാത്ത റെസിപ്പീസും പോസ്റ്റ് ചെയ്യും, പക്ഷെ എന്നാലും കൂടുതലും ഡയറ്റ് ചെയ്യുന്നവർക്കുള്ളതാണ്. അതേടോ, ഈ റമദാനിലും നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം. നമ്മുടെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിയിട്ട് കുറേ ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും കേട്ടോ. എന്നേരത്തെ എല്ലാ ദിവസവും ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ എന്നാലും മാക്സിമം നമുക്ക് വീട്ടിലുണ്ടാകുന്ന സമയത്തൊക്കെ ഒഴിവാക്കാം. നോമ്പ് തുറയൊക്കെ ഉണ്ടാവുമല്ലോ, ഫാമിലീസിന്റെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്തായാലും കഴിക്കാതിരിക്കാൻ പറ്റില്ല, അപ്പം കഴിക്കാം. വീട്ടിലുണ്ടാകുന്ന സമയത്ത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു സുഹൂർ റെസിപ്പിയാണേ. അതായത് അത്താഴം മുതലേ തുടങ്ങണമല്ലോ, നമുക്ക് എനർജിയും കാര്യങ്ങളൊക്കെ വേണ്ടെങ്കിൽ അത്താഴം മുതലേ തുടങ്ങണം. അതായത് എല്ലാ ദിവസവും എക്സസൈസും നമുക്ക് ഒരുമിച്ചിട്ട് കൊണ്ടുപോകണം, അതിന്റെ കൂടെ ഫുഡും കൂടി കൺട്രോൾ ചെയ്യാം. എല്ലാവർക്കും അറിയാലോ, റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് ഐറ്റംസ് ആണ് കൂടുതൽ. അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റി വെച്ചിട്ട് പറ്റുന്ന ആൾക്കാർ, അല്ലാത്തവര് എന്താ പറയാ, നിങ്ങൾക്ക് പറ്റുന്നതുപോലെ കഴിക്കുക. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് ഓവർനൈറ്റ് ഓട്സിന്റെ റെസിപ്പിയാണ്. ഇത് എല്ലാവർക്കും സുഹൂറിന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഫുഡ് ഐറ്റാണ്. അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു ജാർ എടുക്കുക, അതിലേക്ക് കുറച്ച് റോൾഡ് ഓട്സ് ആണ് നല്ലത്. എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നോർമൽ ഓട്സ് ആണ് എടുത്തത്. പിന്നെ 2 ടീസ്പൂൺ ചിയാ സീഡ്, പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക. പിന്നെ ഞാനിവിടെ എടുത്തത് ഗുഡ് ലൈഫിന്റെ സ്ലിം മിൽക്കാണ്. മിൽക്ക് തന്നെ വേണം ഈ ഓവർനൈറ്റ് ഓട്സിന്, എന്നാലേ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്നും കൂടി ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ബ്ലൂബെറിയും 2 സ്ട്രോബെറി ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. ഈ ബെറി മിൽക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നോർമൽ മിൽക്കിനെക്കാട്ടിയും കൂടുതൽ ടേസ്റ്റ് ബെറി മിൽക്കാണ്. അതിൻ്റെ കൂടെ 2 സ്പൂൺ യോഗേർട്ട്, ഗ്രീക്ക് യോഗേർട്ടാണ്. ഇതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാനിവിടെ ബ്ലൂബെറി ഒക്കെ മിൽക്കിൽ ബ്ലെൻഡ് ചെയ്തെന്ന് കരുതി അതന്നെ വേണമെന്നൊന്നുമില്ല. ഇതാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് കഴിക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ നോർമൽ മിൽക്ക്, അതായത് ഈ ഒരു സ്ലിം മിൽക്ക് കിട്ടിയ അത്രയും നല്ലത്, അല്ലെങ്കിൽ നോർമൽ മിൽക്ക് വെച്ചിട്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യാം. അപ്പം നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയായി. ഇതൊന്ന് നൈറ്റ് ഫുള്ളായിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെയാണല്ലോ ഓവർനൈറ്റ് ഓട്സ് എന്ന് പേര് വന്നത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതിൽ ചിയാ സീഡൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പിന് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. നോമ്പും കൂടി ആകുമ്പം പറയണ്ടല്ലോ. അങ്ങനെ ഞാൻ മോർണിംഗ് അത്താഴത്തിന് എണീച്ച ടൈം എടുത്ത് പുറത്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് വേണ്ടുന്ന നട്ട്സും പിന്നെ ഫ്രൂട്ട്സും, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്രയും ഫ്രൂട്ട്സ് ഇടുക. ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ എടുത്തതാണ്. കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദവും 2 അത്തിപ്പഴവും കുറച്ച് മുന്തിരിയും കുറച്ച് വാൾനട്ട്സും. ഈ കുറച്ച് എന്ന് പറയുന്നതെല്ലാം ഈ 2 വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. നെക്സ്റ്റ് ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു റോബസ്റ്റ് പഴവും കുറച്ച് ബ്ലൂബെറി, കുറച്ച് സ്ട്രോബെറി, കിവി, പിന്നെ സപ്പോട്ട, ആപ്പിൾ. ഇത്രയും ഫ്രൂട്ട്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളായിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഈത്തപ്പഴം എടുക്കുന്നവർക്ക് അതും എടുക്കാം കേട്ടോ. ഒരു മധുരത്തിന് വേണ്ടെങ്കിൽ പാലിൽ ബ്ലെൻഡ് ചെയ്തിട്ട് അങ്ങനെ വേണ്ടെങ്കിൽ അങ്ങനെയും ഇടാം. പക്ഷെ ഞാൻ എടുത്തില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കുറച്ച് ഹണി ചേർക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര മധുരം മതിയെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഡേറ്റ്സും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടിടാം. അപ്പോൾ ഇതെല്ലാവർക്കും നന്നായിട്ട് വയറ് ഫില്ലാവുന്ന ഒരു സാധനമാണ്. ഒന്നാമത് ഇത്രയും ഫ്രൂട്ട്സും അതിനൂടെ നട്ട്സും ഓട്സും മിൽക്കും ഒക്കെ വന്നില്ലേ, അപ്പം നന്നായിട്ട് തന്നെ വയറ് ഫില്ലാവുന്നുണ്ട്. ഞാൻ വിചാരിച്ച പോലെയല്ല, ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ വന്നത്. നമ്മളിത് 2 ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഞാനും ഹസ്ബൻഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ 4 സ്പൂൺ ഓട്സാണ് എടുത്തത്. അത്ര എടുക്കണ്ടെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ ഞാൻ 1 സ്പൂണ് ഹണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മധുരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഡേറ്റ്സ് യൂസ് ചെയ്യുന്നവർക്ക് ഡേറ്റ്സ് യൂസ് ചെയ്യാം, അല്ല ഹണി ആണെങ്കിൽ ഹണി യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ. എല്ലാവരും നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ എപ്പോഴും വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുമോ, കഴിച്ചാൽ നമുക്ക് വയറ് ഫില്ലാവോ എന്നുള്ളത്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണെന്ന്. അടിപൊളിയാണ്. അതുപോലെ ഇത് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഒന്നാമതേ നല്ല തണുപ്പുണ്ടാവും. നമ്മൾ ജ്യൂസിന് പകരം ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പം ജ്യൂസ് കഴിക്കാൻ പറ്റും. ഇപ്പം എനിക്കൊന്നും ജ്യൂസ് ഇല്ലാതെ പറ്റില്ല. അപ്പം നമ്മൾ 1 ഗ്ലാസ് ജ്യൂസിൽ ഒതുക്കിയിട്ട് ബാക്കി ഇങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും സുഹൂറിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്ന ആൾക്കാരായിരിക്കും, അതായത് അത്താഴ സമയത്ത് ഫുഡ് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് വയറ് ഫില്ലാവുന്ന രീതിയിൽ എടുത്താൽ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. വെയിറ്റ് ലോസ് വേണ്ടുന്നവർക്ക് വെയിറ്റ് ലോസും ആണ്, വെയിറ്റ് ലോസ് വേണ്ടാത്തവർക്കും എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, വയറും ഫില്ലാവുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഞാനിത് നന്നായി ആസ്വദിച്ചിട്ട് തന്നെയാണ് കഴിക്കുന്നത്. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനത് കുറേ പ്രാവശ്യം പറഞ്ഞു വീഡിയോയിൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇഷ്ടമായിട്ടില്ല എന്ന് തന്നെ പറയും. കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. മസ്റ്റ് ട്രൈ ചെയ്തിട്ടാണ്. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ട്. പ്ലീസ് ട്രൈ ഇറ്റ് ഗൈസ്.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ ബൈ.